ഇവിടുത്തെ ഒരു വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് പിന്നെ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലാണ്. നമുക്ക് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ഫ്രം ദ ഫസ്റ്റ് ഡേ നമ്മൾ ഒരു സിസ്റ്റവുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ടൂൾ മുതൽ ബേസിക് ടൂൾസ് തൊട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. സോ നമുക്കറിയാം എന്തൊരു കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ കോൺഫിഡൻസ് വരുള്ളൂ. അപ്പോൾ ഈ ബേസിക് ടൂൾസ് തൊട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് സെഷൻസ് ചെയ്യുമ്പോൾ അത് കഴിയുന്നതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് കോൺഫിഡൻസ് ആണ്. നമുക്ക് ഓരോ ടൂൾസിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അത്രയും ബെസ്റ്റ് വേ ഓഫ് ടീച്ചിങ് ആണ് സ്കിൽസ് ഹബ്ബ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഗ്രി ബികോം കഴിഞ്ഞിട്ട് ഞാൻ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു, കളക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട്. അപ്പോൾ അത് ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് ഇങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യങ്ങളും വെയിൽ കൊണ്ടുണ്ടാകുന്ന വർക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ വർക്ക് മടുത്തു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. ചെറുതായിട്ടൊരു ചിത്രം വരയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്രാഫിക് ഡിസൈൻ തിരഞ്ഞെടുക്കാൻ നോക്കിയപ്പോൾ സ്കിൽസ് ഹബ്ബാണ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് തന്നെ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത അതേ വർഷം തന്നെ ആയിരുന്നു മാരേജ്. പിന്നീട് എപ്പോഴോ പഠിക്കണമെന്ന് തോന്നിയപ്പോൾ ഹസ്ബൻഡാണ് ഫുൾ സപ്പോർട്ട് ചെയ്ത് പഠിച്ചോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് എടുക്കാൻ ഞാൻ തയ്യാറായത്. അപ്പം ഏകദേശം ഒരു 8 years ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഹസ്ബൻഡാണ്. ഞാനിപ്പോൾ ഇവിടെ സ്കിൽസ് ഹബിൽ ഗ്രാഫിക് ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് വർക്കുകളെല്ലാം പോയി. അതിന് ശേഷം എനിക്ക് ജീവിതം ഒന്നും കൂടി മെച്ചപ്പെടുത്തുന്നതെന്ന് തോന്നുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ എനിക്ക് ഗ്രാഫിക് ഡിസൈനെ വെച്ച് പറഞ്ഞു തരുന്നത്. ഗ്രാഫിക് ഡിസൈൻ്റെ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതോടെ എനിക്കിതിൻ്റെ എല്ലാ അഡ്വാൻസ് മേഖലയിലുള്ള ടൂളുകളെ കുറിച്ചും പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഫോണിലായിരുന്നു. എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും പോസ്റ്റർ മേക്കിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അഡ്വാൻസ്ഡ് ആയിട്ട് അഡോബ്, ഫോട്ടോഷോപ്പും ഇലസ്ട്രേറ്ററും നല്ല രീതിയിൽ മുഴുവൻ പഠിക്കാൻ പറ്റി. ഞാൻ ഡിഗ്രി BA മൾട്ടിമീഡിയ ആയിരുന്നു പഠിച്ചത്. അതിനുശേഷം ഗ്രാഫിക് ഡിസൈനിങ് എന്ന മേഖലയിൽ മാത്രം നല്ലൊരു സ്കില്ലുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കിൽസ് ഹബ്ബ് കോട്ടക്കലിൽ വന്നത്. നല്ലൊരു ജോലി ചെയ്യുന്നതിനായുള്ള സ്കില്ല് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട്. നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിനൊക്കെ അവരുടെ അടുത്ത് ഉത്തരങ്ങളുണ്ടായിരുന്നു. സാർമാരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഗ്രാഫിക് ഡിസൈനിൻ്റെ കുറേ അഡ്വാൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് തന്നെ പഠിക്കാൻ പറ്റി. ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, സാറുമാരായിക്കോട്ടെ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നല്ലൊരു കോൺഫിഡൻസോട് കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് സ്കിൽസ് ഹബിലുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്.